ശ്രീ ബി മുരളീധരൻ. ശബരിമല മാസ്റ്റർ പ്ലാൻ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണത്തെ ബജറ്റിൽ ശബരിമലയെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സന്നിധാനത്തിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്മെൻറ്റിനും ചില പരിമിതികളുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ സാധ്യമല്ല. അതേസമയത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വൈഷ്ണവദേവി പോലെയുള്ള തീർത്ഥാടന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ വൈഷ്ണവദേവിയിൽ ഇതേപോലത്തെയുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അവിടെ താഴെയുള്ള കാട്ടറയിലാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. ഈ മാതൃകയിൽ നമ്മുടെ നിലക്കലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ബേസ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ നിലക്കൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനും സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിക്കും. അത്തരത്തിലുള്ള ആലോചനകൾ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സന്നിധാനം വരെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സർക്കാർ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെ തൊഴുകണം എന്നുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ദേവസ്വം ബോർഡുകൾക്കോ സർക്കാരിനോ അല്ല ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം, എല്ലാം കോടതി മുഖാന്തരമാണ്. അതാണ് ഇപ്പോൾ ശബരിമലയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എങ്കിലും ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഈ മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതൽക്കുള്ള സംവിധാനം ഞങ്ങളുണ്ടാക്കും.